എത്ര കൂട്ടിയാലും മതി വരാത്ത നല്ലൊരു ചിക്കൻ കടായിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നതെന്ന്. ആദ്യം തന്നെ കടായിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ കറിക്കെല്ലാം കട്ട് ചെയ്യുന്ന ആ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ എരിവില മുളക് പൊടിയും, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3 കൂടി ഒന്നിച്ച് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അതിനുശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കടായി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള സവാളയും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും ഒരു 10 ചെറിയ ഉള്ളി ഇതിന്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സവാള മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കറിവേപ്പില കൂടെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 മിനിറ്റോളം ചെറിയ തീരൊന്ന് അടച്ചു വെക്കുക. തക്കാളി നന്നായിട്ട് വെന്തിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ അത്യാവശ്യം ഇത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും, ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ വീതം ചെറിയ ജീരകം പൊടിച്ചതും വലിയ ജീരകം പൊടിച്ചതും. എന്നിട്ട് ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ക്യാപ്സിക്കം, മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് കുറച്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനും ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വീതം ടൊമാറ്റോ കെച്ചപ്പും റെഡ് ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും സോയാ സോസും ചേർത്ത് കൊടുക്കുക. ഗ്രീൻ ചില്ലി സോസും റെഡ് ചില്ലി സോസും കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് 20 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് തിളക്കാൻ തുടങ്ങും. അപ്പോൾ ഇതാ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ മുഴുവനും ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം നന്നായിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് 5 മിനിറ്റിന് ശേഷം തുറന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടോ എന്നല്ല നോക്കുക. ഉപ്പ്, എരിവ്, പുളി അങ്ങനെയുള്ളതൊക്കെ കുറവുണ്ടോ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീയും ബാക്കി വെച്ച ക്യാപ്സിക്കം, മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ 2-3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി വീണ്ടും ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റോളം അടച്ച് വെക്കുക. അതിനുശേഷം തുറന്നിട്ട് സെർവ് ചെയ്ത് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാം. പൊറോട്ട, ചപ്പാത്തി, ഗീ റൈസ് എല്ലാത്തിൻ്റെ കൂടിയും അടിപൊളി ടേസ്റ്റാണ്. റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങുന്നതിനേക്കാളും 10 മടങ്ങ് രുചിയുള്ള നല്ലൊരു ചിക്കൻ കടായിൻ്റെ റെസിപ്പിയാണ്. ഒരിക്കൽ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി പോകും. അത്രയും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇതിൻ്റെ കളറൊക്കെ കണ്ട അടിപൊളി രുചിയുള്ള നല്ലൊരു കടായിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.